ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ അരക്കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട്. ഇത് പാനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അവിൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തിക്കായിട്ടുള്ള അവിലാണ്. ഇത്തിരി കട്ടി കൂടിയ അവിലാണ് കേട്ടോ. തിന്നായിട്ടുള്ള നമ്മൾ പേപ്പർ അവിൽ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ, അതല്ല, തിക്കായിട്ടുള്ള അവിലാണ് നമ്മൾ സാധാരണ അവിൽ മിൽക്കിന് എടുക്കാറ്. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ. ഇത്തിരി തിക്കായിട്ടുള്ള അവിൽ തന്നെ ഇതിനായിട്ട് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കുക. പിന്നെ ഏത് അവിലും ചേർക്കാമെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതൽ ടേസ്റ്റ് ഇതുപോലെയുള്ള മട്ട അവിൽ തന്നെയായിരിക്കും അവിൽ മിൽക്കിനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളയാണ് ഉള്ളതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റ് ഈ ഒരു അവിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത്ര മതി കേട്ടോ. ഇനി ഇതിൽ കൂടുതലൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത 5 മീഡിയം സൈസ് ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം, പാളയംകോടൻ പഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുമല്ലോ, എല്ലാതും ഒന്ന് തന്നെയാണ്. നന്നായിട്ട് പഴുത്ത തന്നെ ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ എടുക്കണം. പഴുക്കാത്തത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വേറെ തന്നെ ഒരു ചവർപ്പ് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഈ റെസിപ്പിക്കായിട്ട് എടുക്കുക. ഇനി നമുക്ക് തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടതാണ്. ഇതിനിപ്പോൾ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ പഴവും അവിലൊക്കെ കൂടുതൽ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ചിലവർക്കൊക്കെ പഴം അധികം ചേർക്കുന്നതായിരിക്കും അവിൽ മിൽക്കിന് താല്പര്യം, ചിലവർക്ക് അവിൽ അധികം ചേർക്കുന്നതായിരിക്കും താല്പര്യം. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചസ് വരുത്താവുന്നതാണ്. കറക്റ്റ് ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല. അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് പഴമാണെങ്കിലും അവിലാണെങ്കിലും എത്രയാണോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്യുക. പിന്നെ അവിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ്. റോസ്റ്റ് ചെയ്ത അവിൽ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ള പഴവും അവിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. റോസ്റ്റ് ചെയ്യാതെയും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം. ഇനി നമുക്ക് പഴം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുന്നത് സ്പാച്ചിലയോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ മാഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിലേറെ ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക കേട്ടോ. കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മറന്നു പോകും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. പഞ്ചസാര നിങ്ങൾ പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ പഴം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടും. ഞാൻ പഴത്തിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന്
വിചാരിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. മറന്നു പോയതാണ്. കണ്ടല്ലോ, പഴത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പഴം നന്നായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചില്ല് ചെയ്ത പാലാണ്. നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ തണുപ്പില്ലാതെയാണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പിന്നെ തണുപ്പിക്കാത്ത പാൽ തന്നെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഈ പാൽ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 കപ്പ് അളവിൽ റോസ്റ്റഡ് പീനട്ടാണ് കേട്ടോ. നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയുമല്ലോ, റോസ്റ്റഡാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ റോസ്റ്റഡ് അല്ല നിങ്ങളുടെ കയ്യിലുള്ളതാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിലക്കടല നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചല്ലോ, അവൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്നെസ്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ്. ഇത്തിരി തിക്കായിട്ടാണ് വേണ്ടതാണെങ്കിൽ അങ്ങനെ എടുക്കുക, ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടതാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തിക്നെസ്സൊക്കെ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഞാനിപ്പോൾ ഈ ഒരു കാണിച്ച രീതിയിൽ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. കറക്റ്റ് ഒരേ വലുപ്പത്തിലുള്ള പഴമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ തിക്നെസ് നോക്കിയിട്ട് കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് എനിക്കിപ്പോൾ തിക്നെസ് കിട്ടിയത്. അപ്പോൾ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ, ഓവർ ലൂസായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൽ റോസ്റ്റ് ചെയ്തതും പഴവും ഇത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് കറക്റ്റ് ചെയ്തെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ അവിൽ മിൽക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കിത്തിരി നിലക്കടല ഇങ്ങനെ വെറുതെ ഒരു ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ അടിപൊളി അവിൽ മിൽക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയാണ്. കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അവിൽ മിൽക്ക് പല രീതിയിലും പല വെറൈറ്റിയിലും നമുക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഐസ്ക്രീം ആണോ, ഫലൂദയാണോ, ഫ്രൂട്ട് സലാഡാണോ ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ അത്രയും ആഡ് ചെയ്തിട്ട് പല വിധത്തിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റിയ മെത്തേഡിലാണ്. സാധാരണ നോർമൽ നാടൻ അവിൽ മിൽക്ക് തന്നെയാണ്. അവിലും പാലും പഴവും എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിലക്കടല മാത്രമാണ്. അത് അല്ലാതെ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുത്ത് വെറൈറ്റി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ആർക്കും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഐസ്ക്രീം ഒന്നുകിൽ ഇതിൽ ഇട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് മുകളിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും കൊടുക്കുക. ഇത് ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അവിൽ, പഴം, അങ്ങനെയൊക്കെ പീനട്ട്, അങ്ങനെയൊക്കെ ലെയറായിട്ട് പാലൊഴിച്ചിട്ട് അങ്ങനെ നമ്മൾ കുടിക്കുന്ന ടൈമിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ അവിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ നേരം വെക്കരുത്. റോസ്റ്റ് ചെയ്ത അവിൽ അവിടെ വെച്ചിട്ട് കഴിക്കുന്ന തൊട്ട് മുന്നേ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അവിലാണല്ലോ നനഞ്ഞ് നിൽക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആവും. എന്നാൽ തന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് റോസ്റ്റ് ചെയ്യാത്ത അവിലിൻ്റെ അത്ര പെട്ടെന്ന് തന്നെ മിക്സ് ആവില്ല. എങ്കിലും കുറച്ചധികം ടൈമിൽ വെക്കുമ്പോൾ, അധിക ടൈം നമ്മൾ വെക്കുമ്പോൾ എന്തായാലും
മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആവും. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം. അല്ല ഒന്ന് കടിക്കുന്ന വിധത്തിലാണ് താല്പര്യമാണെങ്കിൽ പഴവും പാലൊക്കെ മിക്സാക്കി നന്നായിട്ട് തണുപ്പിക്കുക. അതിനുശേഷം കുട്ടികൾ ചോദിക്കുമ്പോൾ അവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കടലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. എങ്ങനെ വന്നാലും കഴിക്കാനൊക്കെ ഈ ഒരു ചൂടിനൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് തന്നെയാണിത്. ഇതൊക്കെ കഴിക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്. അത്രയും ചൂടാണ് ഈ ടൈമിൽ. നിങ്ങൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കുക. കുട്ടികൾക്കും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ റെഡിയാക്കി കൊടുക്കുക. എല്ലാവർക്കും താല്പര്യമുള്ള റെസിപ്പിയാണ്. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെഡിയാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.